എന്നാണ് അതിന്റെ പേര്. ഞങ്ങൾ എല്ലാവരും ഇങ്ങനെ ജെയ്ക്സ് വന്നിട്ട് ഒരു പ്രസ് മീറ്റിൽ ഇതിനെ കുറിച്ച് പറയുകയുണ്ടായി. വേൽമുരുകൻ അപ്പുറത്തേക്ക് നിൽക്കുന്ന ഒരു പാട്ടുമായിട്ട്. അപ്പൊ ഞങ്ങൾ എല്ലാവരും ശ്രീകുട്ടൻ ചേട്ടനാണോ പാടിയെന്ന് ചോദിച്ചിട്ട് അത് അതിന്റെ ഒരു സസ്പെൻസ് പുറത്തു വരില്ല. അത് നമ്മുടെ ഇന്റർവ്യൂ കൂടെ ആണ് കേട്ടോ ആദ്യമായിട്ട്. അത് ഞാൻ ഈ സ്റ്റുഡിയോയിൽ വെച്ചാണ് പാടിയത്. അപ്പൊ എന്തോ ഈ സ്റ്റുഡിയോക്ക് ഒരു പ്രത്യേകത ഉണ്ട്. നിങ്ങൾ വന്നതും ഈ സ്റ്റുഡിയോയിലാണ്. അതെ അതെ. കൊണ്ടാട്ടം അതെന്ന് പറഞ്ഞാൽ ഞാൻ ഈ സ്റ്റുഡിയോയിൽ തന്നെയാണ് ഏകദേശം കുറച്ച് സമയമെടുത്ത് പാടിയതാണ്. കാരണം എനിക്ക് പാടിയിട്ട് തിരിച്ചകത്ത് വരുന്ന കേൾക്കും, പിന്നെ വന്നിട്ട് ഞാൻ ഇത് കേൾക്കും. അപ്പൊ ജെയ്ക്സ് പറഞ്ഞു ചേട്ടൻ പാടിക്കോ, ഞാൻ വൈകുന്നേരം വരാമെന്ന് പറഞ്ഞു. അങ്ങനെ വൈകുന്നേരം വന്നു. ജെയ്ക്സും കുറച്ച് അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞു. അങ്ങനെ ചേഞ്ച് ചെയ്ത് കുറച്ച് സംഗതികളൊക്കെ ഇട്ട് പാടി. അത് നല്ല നമ്മളിപ്പോ താളത്തിൽ പാടുമ്പോഴത്തേക്ക് ഇപ്പം ഏതെങ്കിലും ഏതാങ്കിണക്കത്തില്ലെന്തില്ലം തളാങ്കിണക്ക ചെണ്ടമൃതങ്ങ് മേലേക്കാവിൽ പൂരക്കാവടി വീലിക്കോലടി വണ്ടിപ്പടയടി മേളം, അത് പാടണമെങ്കിൽ ആ താളത്തിൽ ആ ഗ്രൂവില് പഞ്ച് ചെയ്ത് പാടണം. അതായത് പഞ്ച് മീൻസ് നമ്മൾ നല്ല ഇരുത്തി പാടണം. അപ്പൊ അങ്ങനെ ഈ പാട്ട് പാടി ഇത് ഓർക്കസ്ട്രേഷൻ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് രഞ്ജിത്തിന് ഇതിന്റെ ഡയറക്ടർ തരുൺ മൂർത്തിക്കും ഭയങ്കര ഒരു ആഗ്രഹം, പടത്തിൽ വരുത്താൻ ഒരാഗ്രഹം. പക്ഷെ അവര് ചെയ്ത പടമാണെങ്കിൽ പോലും അത് വളരെ ഇമോഷണൽ ആയിട്ടുള്ള ഒരു മൂവി ആയതുകൊണ്ട് അതിന്റെ ഒരു സ്ഥലത്തും ഈ പാട്ട് കൊണ്ടുവരാൻ പറ്റില്ല. സിനിമയിൽ ഈ പാട്ട് അത് ഉണ്ടായിരുന്നില്ല. അല്ല, ഇത് പ്രൊമോ സോങ് ആയിരുന്നു. ഇത് പ്രൊമോ സോങ് ആയിട്ട് ഇതിന് 4 പാട്ടുണ്ട്. ഇനി ഓരോന്ന് റിലീസാണ് പെട്ടെന്നാണ്. ഈ 4 പാട്ടിൽ ഒരു പാട്ടാണ് ഇത്. ഇത് പ്രൊമോ സോങ് ആയിട്ട് വെച്ചിട്ട് ഇത് അവസാനം എന്ത് പറ്റും വരുത്താൻ പറ്റില്ല എന്ന് വെച്ചു. അപ്പം മോഹൻലാൽ പറഞ്ഞു എനിക്ക് ഈ പാട്ട് വളരെ ഇഷ്ടപ്പെട്ടു, നമുക്ക് ഷൂട്ട് ചെയ്താലോ എന്ന് വെച്ചു. അപ്പം സാധാരണ ഗതി മോഹൻലാൽ 1-2 ദിവസം മെനക്കെട്ട് അല്ലെങ്കിൽ 2-3 ദിവസം മെനക്കെട്ട് ഇതിന് ഈ പ്രൊമോ ഷൂട്ടിനൊന്നും വരാറേ അങ്ങനെ ഇന്ന് വരെ ചരിത്രത്തിൽ സംഭവിച്ചിട്ടില്ല. അപ്പൊ ശോഭന പറഞ്ഞു എന്നാ ഞാനും വരാം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു എന്നെ കൂടെ ഒരു ചെറിയൊരു ഫ്രെയിമിൽ എന്നെ കൂടെ കൊണ്ടുവരണമെന്ന്. അങ്ങനെ ബൃന്ദ മാഷയുടെ ഇതില് 5 days ബാക്ക് ഇതിനപ്പുറത്തൊരു ഫ്ലോറുണ്ട്. അവിടെ അതിഗംഭീരമായിട്ട് അതായത് 100-400 ആർട്ടിസ്റ്റുകൾ ഡാൻസേഴ്സും ഈ മറ്റേ കൊടയും അതും ഇതുമൊക്കെ ആയിട്ട് വെച്ചിട്ട് ഒരു പൂരമേളം വെച്ചിട്ട് മോഹൻലാലിന്റെ പൊന്നമ്മ ഒരു രക്ഷയില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ മോഹൻലാലിനെ ഒരുപാട് പടങ്ങളുടെ വിമർശനങ്ങൾ വരുന്നുണ്ട്, അത് വേറെ. പക്ഷെ മോഹൻലാൽ ആസ് ആൻ ആക്ടർ അത് മാത്രമേ ഞാൻ കാണുന്നുള്ളൂ. കാരണം പടം വരും, അതിനകത്ത് ക്രിറ്റിസിസം വരും, അത് വരും പോകും. അത് എൻ്റെ ഒരു സംഭവമല്ല, അത് ഞാൻ കണക്കിലെടുക്കുന്നില്ല. നല്ല പടങ്ങൾ വരും, മോശം പടങ്ങൾ വരും. നല്ല പടങ്ങൾ വന്ന ഉടനെ എടുത്ത് തലയിൽ വെക്കുകയും മോശം പടം വന്നാൽ താഴെ ഇടുകയും അതൊന്നുമല്ല. ആസ് എൻ ആക്ടർ ഞാൻ കണ്ടത് ആ പാട്ട് തുടങ്ങിയപ്പോഴത്തേക്ക് ലാലും ശോഭന നിൽക്കുന്നു, ഞങ്ങൾ 2 പേരും ഉണ്ടായിരുന്നു. ഈ പാട്ടിട്ട് വൃന്ദാമാഷ 1 2 3 4 എന്ന് പറഞ്ഞപ്പോൾ ഇദ്ദേഹം ഒരു ഡാൻസ് ഞാൻ തുടങ്ങിയപ്പോൾ ഉണ്ടല്ലോ, എന്നിട്ട് കൈയിട്ട് ഇങ്ങനെ ഒരു മൂവ്മെന്റിൽ വന്നത് സത്യം ഇപ്പൊ പറയുമ്പോഴും ഞാൻ കോരിത്തിരിക്കുക. കാരണം അത്രയ്ക്ക് കളർഫുൾ ആയിട്ട് ഇപ്പം അവർ ഭയങ്കര ഡൗട്ടിലിരിക്കേണ്ടി ഇത് എങ്ങനെ പടത്തിൽ ആഡ് ചെയ്യും, ഇത്രയും നല്ലതായിട്ട് ആഭാരമായിട്ട് വന്നിട്ടുണ്ട്.